പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ പകുതിയിലധികം ദിവസങ്ങൾ കഴിഞ്ഞു കടന്നു. റബീഉൽ അവ്വലിലേക്ക് നമ്മൾ കടന്നു പോകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് റബീഉൽ അവ്വലിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങണം. എങ്ങനെ? 5 സ്വഭാവം നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റിയാൽ, 5 ദുസ്വഭാവങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ ഉപേക്ഷിച്ചാൽ വീട്ടിൽ വലിയ ഖൈറുണ്ടാകും. ഉപേക്ഷിച്ചില്ലെങ്കിലോ ഈ 5 സ്വഭാവമുള്ള മനുഷ്യരുള്ള വീട്ടിൽ സമാധാനം ഉണ്ടാകില്ല. എപ്പോഴും വഴക്കായിരിക്കും, എപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും വന്നുകൊണ്ടിരിക്കും. എന്താ കാരണം? അള്ളാഹു ഇഷ്ടപ്പെടാത്ത 5 സ്വഭാവം, 5 കാര്യങ്ങൾ ആ വീട്ടിലുണ്ട്. അപ്പം നമ്മുടെ വീട് സ്വർഗതുല്യമാവാൻ 5 കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഈമാനുള്ള ജീവിതം, ഈമാനുള്ള മരണം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ. പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ ഒരുപാടുണ്ട് അല്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ. അത് അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞു. അതായത് സഫർ ഇന്നിപ്പോൾ 17ാമത്തെ ദിനമാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി 18ാം രാവിലേക്ക് നമ്മൾ കടക്കുന്നു. അതായത് സഫർ മാസം 3ആക്കി ഭാഗിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു, രണ്ടാമത്തെ 10 വിട പറയാൻ ഒരുങ്ങുകയാണ്. അപ്പം ഇനി ഏതാനും ഒരു 10-13 ദിവസം കൂടി കഴിഞ്ഞാൽ വിശുദ്ധമായ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇടയ്ക്ക് വരികയാണ്. അപ്പോൾ റബീഉൽ അവ്വലൊക്കെ വരികയാണ്. സഫർ മാസം പകുതി കഴിഞ്ഞു. 5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സമാധാനമില്ല, നമ്മുടെ വീട്ടിൽ വഴക്കുകളായിരിക്കും, നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നമായിരിക്കും. മാത്രമല്ല നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. എന്താണ് ആ കാര്യങ്ങളെന്നൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് വീട് എന്നുള്ളത്. ഒരാൾക്ക് അല്ലാഹു തആല വീട്, വാഹനം, നല്ല ഇണ, ആരോഗ്യം, അതുപോലെ വരുമാനം, ഇതൊക്കെ ഈ 5 കാര്യം അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ അവനാണ്. അപ്പോൾ വീട് എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് ചെറിയൊരു കുടിലാവട്ടെ, ചെറിയൊരു ഓലക്കുടിലാവട്ടെ, അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ ചെറിയൊരു കുടിലാണെങ്കിലും ആ കുടിലിൽ സന്തോഷമുണ്ടോ എങ്കിൽ അത് സ്വർഗമാണ്, എങ്കിൽ ആ കുടിൽ സ്വർഗമാണ്. എന്നാൽ വലിയ ബംഗ്ലാവുകൾ അല്ലെ, 10ഉം 20ഉം ഒക്കെ മുറിയുള്ള, 4ഉം 5ഉം 6ഉം 7ഉം ഒക്കെ മുറിയുള്ള, എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുകൾ ഒക്കെയാണ്. പക്ഷെ ആ വീട്ടിൽ എന്താണ്, ഒരു സമാധാനമില്ല, സന്തോഷമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ് എങ്കിൽ ആ വീട് നരകതുല്യമാണ്. അപ്പോൾ വീടിൻ്റെ വലിപ്പമല്ല, മറിച്ച് ആ വീട്ടിലുള്ള ആളുകളുടെ മനസ്സിൻ്റെ വിശാലതയും അവർക്കിടയിലുള്ള സാഹോദര്യവുമാണ് നമ്മൾ കൂടുതലായി പരിഗണിക്കേണ്ടത്. പറഞ്ഞു വന്നത്, വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ വീട്ടിൽ ഏത് വീടാണെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത വീടില്ല അല്ലേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ മാതാപിതാക്കൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കശപിശയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ 2 രൂപത്തിലാണ്. ഒന്നാമത്തെ പ്രശ്നം വരുന്നത് അത് പൈശാചികമായ ഉപദ്രവം ആവാം. പൈശാചികമായ ഉപദ്രവത്തിലൂടെ നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ അത് നമുക്കെന്താണ്, ഹദീസുകൾ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത് നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട്, നമ്മുടെ തന്നെ ചില പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ചില പ്രയാസങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് രണ്ടും നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ വീട്ടിൽ പൈശാചികമായ ഉപദ്രവമാണ് ഉള്ളതെങ്കിൽ അത് മാറ്റാനുള്ള ചില വഴികളുണ്ട്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, നിങ്ങൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ വലത് കാല് വെച്ചിട്ട് കിടക്കുക അല്ലേ, വലത് കാല് കൊണ്ട് കിടക്കുക വീട്ടിലേക്ക്. അത് വലിയ ഖൈറാണ്, എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനം പുറത്ത് ഉണക്കാനിട്ടു അല്ലെങ്കിൽ എന്താണ് പുറത്തേക്ക് പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് ചുമ കിടക്കൂലേ, അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, വലത് കാല് വെച്ച് കിടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. അതിങ്ങനെ നമ്മൾ നിത്യമാക്കിയാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് എന്ത് ചെയ്യും, അതങ്ങോട്ട് വന്നോളും. അതുകൊണ്ട് വലത് കാലുകൊണ്ട് വീട്ടിലേക്ക് കിടക്കുക. വീട്ടിൽ കിടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരു അള്ളാഹുവിൻ്റെ സുന്ദരമായ വാചകം അല്ലേ, അത് പറയാൻ മറന്നു പോകരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. പിന്നെയോ മൂന്നാമത്തേത്, വീട്ടിലേക്ക് കിടക്കുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറയുക.
വീട്ടിൽ ചിലപ്പോൾ ഭാര്യ ഉണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവാം, അല്ലെങ്കിൽ മക്കളുണ്ടാവാൻ, ഉമ്മ ഉണ്ട്, വാപ്പയുണ്ട്. അവരോട്, വീട്ടിലുള്ളവരോട് സലാം പറയുക. എങ്ങനെ പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുക. ഇനിയോ വീട്ടിൽ ആരുമില്ലെങ്കിൽ എന്താ പറയേണ്ടത്? ഒരാൾ വീട്ടിലേക്ക് ചെന്നു, അവിടെ വീട്ടിൽ ആരുമില്ല, എന്നാലും അയാൾ സലാം പറയണം. എങ്ങനെ സലാം പറയണം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയണമെന്നാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നത്. കാരണം നമ്മുടെ വീട്ടിൽ മനുഷ്യന്മാരായിട്ട് ആരുമില്ലെങ്കിലും നല്ല ജിന്നുകളുണ്ടാകും, മലക്കുകളുണ്ടാകും മുഅ്മിനീങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അവരോട് സലാം പറയണം. എങ്ങനെ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാൻ മറന്നു പോവണ്ട കേട്ടോ. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, വീട്ടിലേക്ക് കടന്നാൽ 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് പറ്റുമെങ്കിൽ ഓതുക, അല്ലെങ്കിൽ 1 വട്ടമെങ്കിലും ഓതുക. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്ത് 1 വട്ടം ഓതിയാൽ വീടിന്റെ ഉള്ളിലുള്ള എല്ലാ പിശാചുകളും പുറത്തേക്ക് ഓടുമെന്നാണ്. പൈശാചികമായ ഉപദ്രവം നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പിശാച് നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം, അല്ലേ? പിശാച് പുറത്തുനിന്ന് പണി നടക്കാൻ പറ്റൂല. പിശാച് നമ്മുടെ വീട്ടിൽ കടന്നാലാണ് ആ പിശാചിന്റെ ഉപദ്രവം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പിശാചിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ പറഞ്ഞതുപോലെ വലത് കാലുകൊണ്ട് വീട്ടിലേക്ക് കടക്കുക, ബിസ്മി പറഞ്ഞ് വീട്ടിലേക്ക് കടക്കുക, വീട്ടിലുള്ളവരോട് സലാം പറയുക. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് കുറഞ്ഞത് 3 വട്ടമെങ്കിലും ഓതാൻ മറന്നു പോവണ്ട. പിന്നെ ചില കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ നജസ്സുകൾ കൂട്ടിയിടരുത്. നജസ്സുകൾ എന്താണ്? വൃത്തിയാക്കുക. ഇപ്പോൾ നമ്മുടെ കുട്ടി മൂത്രം ഒഴിച്ചാൽ അതപ്പോൾ തന്നെ വേഗം തന്നെ അത് ക്ലീൻ ആക്കുക. മൂത്രത്തുണി ഇങ്ങനെ കൂട്ടിയിടരുത്, അല്ലേ? കുട്ടി കിടന്ന് മൂത്രം ഒഴിച്ചു, അപ്പോൾ എന്ത് ചെയ്യും? ആ മൂത്രത്തുണി എടുത്തുകൊണ്ട് മൂലക്ക് കൂട്ടി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ നമ്മുടെ ഈ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആണല്ലോ നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ ആ ബാത്റൂമിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിടരുത്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ വാതിൽ, ആ ഡോറ് ക്ലോസ് ചെയ്യണം. ബാത്റൂമിൻ്റെ വാതിൽ എപ്പോഴും ക്ലോസ് ചെയ്യണം കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നജസ്സുകൾ വൃത്തിയാക്കുക. വേസ്റ്റുകൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ റൂമിലൊക്കെ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിടുന്ന സ്വഭാവം, അതായത് ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മൾ ഇടുന്ന കാര്യമല്ല, അതല്ലാതെ സെപ്പറേറ്റ് ആയി വരുന്ന വീടിൻ്റെ മൂലയിൽ ഇങ്ങനെ കൂട്ടിയിടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പിന്നെയോ നമ്മുടെ വീട്ടിൽ രൂപങ്ങൾ വെക്കരുത്. നമ്മുടെ ഷോക്കേസിലൊക്കെ ഒരു പ്രാവിൻ്റെ, കൊക്കിൻ്റെ, അല്ലെങ്കിൽ എന്താണ് സിംഹത്തിൻ്റെ രൂപമൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്, ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച്. അത് ചെയ്യാൻ പാടില്ല. അല്ലാതെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കളിക്കുന്ന ഡോളുകളുണ്ടല്ലോ, പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ, അതൊക്കെ അവിടെ കിടന്നു പറഞ്ഞ പ്രശ്നമില്ല. അതല്ലാതെ ഒരു സൗന്ദര്യത്തിന് വേണ്ടി ആളുകൾ കാണാൻ വേണ്ടി ഇങ്ങനെ മയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ആന നിൽക്കുന്നു, അങ്ങനത്തെ പ്രതിമകൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പിന്നെയോ നമ്മുടെ വീട്ടിലുള്ള ഒരു മുറി, അത് ഒരാഴ്ചയിൽ കൂടുതൽ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ ഒരാഴ്ച, ആ ഒരാഴ്ച നമ്മൾ അടച്ചിടുന്നത് സൂക്ഷിക്കുക. അതായത് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു ആളനക്കം തോന്നണം. അവിടെ ആളനക്കം, മുകളിലത്തെ നിലയിലേക്ക് കയറാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇടയ്ക്ക് മുകളിലത്തെ നിലയിൽ കയറണം, അവിടെ കടിച്ചു തൂത്തിടണം. ഓരോ റൂമും എന്താ ചെയ്യുക? ഓരോ ആഴ്ചയിലെങ്കിലും ഒന്ന് പോയി ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെന്താണ് മറ്റൊരു കാര്യം? നമ്മുടെ വീട്ടിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെ? മദ്യപാനം, അത് നമ്മൾ ചെയ്യാറില്ല. അതുപോലെയുള്ള മറ്റു മോശത്തരങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പാടില്ല. ചെയ്താൽ അത് പിശാചിൻ്റെ കൂടായി മാറുമെന്നാണ്, പിശാചിൻ്റെ കേന്ദ്രമായി മാറും. അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്നവർക്കും പൈശാചികമായ ഉപദ്രവം, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിപ്പോൾ പൈശാചികമായ ഉപദ്രവങ്ങൾ തടയാൻ പറ്റിയ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ സമാധാനമുണ്ടാവാൻ, ഇണക്കമുണ്ടാവാൻ, അല്ലെ, സന്തോഷമുണ്ടാവാൻ, പിണക്കം മാറാൻ ഒക്കെ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, 4+5 കാര്യങ്ങളാണ് പറയുന്നത്. തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ മഹാനായ അബൂ ലൈസ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 4 കാര്യങ്ങൾ ഇല്ലാ സആദത ഫീഹി, 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ, കുടുംബത്തിൽ, വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല, സന്തോഷമുണ്ടാവില്ല. 4 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. ഒന്നാമതായി മഹാനവകൾ പറയുന്നു, അല്ലദീ യുബ്ഖലു ഫിസ് സ്വലാത്തി വസ്സലാമി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിൽ ഒരിക്കലും നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്ത വീടായി ഒരിക്കലും നമ്മുടെ വീട് മാറാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്ന വീടായി മാറണം. ഇന്നിപ്പോൾ അൽഹംദുലില്ലാഹ് അതൊക്കെ വലിയ ഖൈറാണ്. കാരണം നമ്മുടെ ക്ലാസ് ഉണ്ട്, അല്ലേ? മഗ്രിബിന് ശേഷം നമ്മുടെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ട്, അതിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതങ്ങോട്ട് ഓണാക്കി വെച്ചാൽ അത് കേട്ടിങ്ങനെ ഓണാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോലല്ല, അത് ഓണാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ചൊല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ ഖൈറാണ്, വലിയ സന്തോഷമാണ്, വലിയ റാഹത്ത് ഇൻഷാ അല്ലാഹ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മറന്നു പോകരുത്. ഈ ഓൺലൈൻ മജ്ലിസിൽ മാത്രമല്ല, അതല്ലാതെ നമ്മുടെ മക്കളോട്
നമ്മളോടൊപ്പം ഇരുന്നിട്ട് നമ്മൾ സ്വന്തമായി തന്നെ സ്വലാത്തുകൾ, പല സ്വലാത്തുകളുണ്ടല്ലേ, താജു സ്വലാത്ത്, കൻസു സ്വലാത്ത്, സ്വലാത്തു താജ്, സ്വലാത്തു തിബ്, അതുപോലെ തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത്, അതത് സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് അനവധി നിരവധി സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകളൊക്കെ പറ്റുന്നതുപോലെ നമ്മൾ പറയുക. അപ്പോൾ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയുക. ഇന്നിപ്പോൾ എത്ര പേര് നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയിട്ട് നമ്മൾ എത്രയോ പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞു. ആ പേര് പറഞ്ഞപ്പോൾ എത്ര വട്ടം നമ്മൾ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ ചിന്തിക്കാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പം നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഇങ്ങനെ പറയുക. ലോകത്ത് അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അല്ലാഹു തആല നിസ്കരിക്കുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അല്ലാഹു നോമ്പ് പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കണം, ഇല്ല, ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. അല്ലാഹു തആല ഹജ്ജ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം, ഒരു സ്ഥലത്തുമില്ല. അല്ലാഹു സക്കാത്ത് കൊടുക്കുന്നു, നിങ്ങളും സക്കാത്ത് കൊടുക്കണം, അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ കാണാൻ പറ്റും ഖുർആനിൽ എന്ത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു ചെയ്യുന്നു എന്ന് മാത്രമല്ല, അല്ലാഹും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു പ്രവൃത്തി മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്യണം. ഏതാണത്? അത് സ്വലാത്ത്. അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അതുകൊണ്ട് സ്വലാത്ത് അല്ലേ, ഏത് സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റിയ സ്വലാത്ത്. നമ്മുടെ മജ്ലിസിലൊക്കെ ചൊല്ലുന്ന ഒരു സ്വലാത്തുണ്ട്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് അല്ലേ. നമ്മൾ ചെന്ന സ്വലാത്ത് ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണത്. അതല്ലാതെ നബിതങ്ങളുടെ പേര്, ഇപ്പോൾ റബീഉൽ അവ്വൽ ആകുമ്പോൾ നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത്, നബിതങ്ങളുടെ സലാം, മദ്ഹ്, മൗലിദ്, ബുറുദ ഒക്കെ നമ്മൾ ചൊല്ലാൻ തയ്യാറായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ കാര്യം, സ്വലാത്ത് ചൊല്ലുന്ന വീടായി നമ്മുടെ വീട് മാറണം. സ്വലാത്ത് ചൊല്ലാത്ത വീടാണെങ്കിലോ വലിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വീട്ടിൽ റിസ്ക് വിശാലമാവാൻ, നമ്മുടെ ടെൻഷനുകൾ മാറാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ ചുരുങ്ങിയതൊരു 10 വട്ടമെങ്കിലും ഒരു ദിവസം സ്വലാത്ത് ചൊല്ലാൻ ഞാനും നിങ്ങളും വിട്ടുപോകരുത് കേട്ടോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അല്ലദീ ലാ യുജീബുൽ മുഅദ്ദിൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഇജാബത്ത് കൊടുക്കാത്ത ആളുകളാണ്. ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്ന ആളുകൾ അല്ലേ. ഒരു ഹദീസിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരാൾ സംസാരിക്കുന്നു, ദുന്യവിയായ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവൻ നിർത്തുന്നില്ലെങ്കിൽ അവൻ്റെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കട്ടെ എന്നാണ് ഹദീസിലുള്ളത്. അല്ലാഹ് അത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം, എത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യത്തലജ്ലജു ലിസാനഹു എന്നാണ് ഇൻദൽ മൗത്ത്, അതായത് മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലാൻ പറ്റാതെ നാവിങ്ങനെ കിടന്ന് പെടക്കുമെന്ന്. സ്ഥിരമായി ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദുന്യവിയായ കാര്യങ്ങൾ അത് ബാങ്കിനെ ഗൗനിക്കാതെ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നടക്കുന്നവരുടെ യത്തലജ്ലജു, അവരുടെ നാവിങ്ങനെ കിടന്ന് പെടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുക അല്ലേ, നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കുക. ഇപ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ അവർ ഇതിപ്പോൾ ബാങ്ക് വിളിച്ചാലും ഇല്ലെങ്കിലും എന്താ ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ കോൾ കട്ടാക്കി, എടോ ഞാൻ ഇപ്പോൾ വിളിക്കാട്ടോ ബാങ്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കും, അങ്ങനെ അവർ ചെയ്യും, നമ്മളെ ഇത്തിബാ ചെയ്യും, നമ്മളെ പിന്തുടരും. നമ്മൾ ഈ ബാങ്കിനെ ബഹുമാനിക്കാതെ, നിസ്കാരത്തെ ബഹുമാനിക്കാതെ തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കുമ്പോൾ മക്കളത് കണ്ടുപഠിക്കുകയാണ്. അവരും ആ ഒരു മോശപ്പെട്ട കാര്യത്തിലേക്ക് പോയാൽ പിന്നെ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക്, ഞാൻ എൻ്റെ മക്കൾക്ക് റോൾ മോഡലായി മാറണം, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് റോൾ മോഡലായി മാറിയാൽ അത് വളരെ ഖൈറാണ്. മൂന്നാമത്തെ കാര്യം, ഒരാൾ ഒരു സഹായം ചോദിച്ചു, ഒരു നന്മയിൽ, ഒരു സിനിമ തുടങ്ങാൻ, ഒരു സിനിമ തിയേറ്റർ തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു നാടകത്തിന് കൊടുക്കാൻ, ഒന്നുമല്ല, നല്ല ഒരു കാര്യത്തിന് വേണ്ടി നന്മയിൽ ഒരു സഹായം ചോദിച്ചാൽ അതെന്താണ്? മറ്റുള്ളവരെ സഹായിക്കട്ടെ, ഒരു രോഗിയെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഒരു വിധവയെ സഹായിക്കാൻ, ഒരു യത്തീമിനെ സഹായിക്കാൻ, ഒരു യത്തീംഖാനയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഒരു സഹായം ചോദിച്ചാൽ അത് നിരസിക്കുക, അതായത് പറ്റുമെങ്കിൽ കൊടുക്കണമെന്നാണ്, കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ അയാൾ താമസിക്കുന്ന വീട്ടിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പം അതുകൊണ്ട് നന്മയായ കാര്യം, നല്ല കാര്യങ്ങൾക്ക് സഹായം ചോദിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? പറ്റുമെങ്കിൽ അവരെ സഹായിക്കുക, പറ്റില്ലെങ്കിൽ വേണ്ട.
നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ വേണ്ട, നല്ല വർത്തമാനം പറയാമല്ലോ അവരോട്, നല്ല കാര്യം പറയാമല്ലോ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും നന്മ നമ്മളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നന്മയിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ പറ്റുന്നതുപോലെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. ഇല്ലെങ്കിൽ ആ വീട്ടിൽ, അയാളുള്ള വീട്ടിൽ വലിയ ദുശ്ശകുനമായിരിക്കും എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. നാലാമത്തേത്, ദുആ ചെയ്യാത്ത മനുഷ്യൻ. ദുആ ചെയ്യാത്ത മനുഷ്യൻ അവനുള്ള, അല്ലെങ്കിൽ ദുആ ചെയ്യാത്ത വീടാണെങ്കിൽ ആ വീട്ടിൽ യാതൊരു ബർക്കത്തും ഉണ്ടാവില്ലെന്നാണ്. യാതൊരു ബർക്കത്തും ഉണ്ടാവില്ല. എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇപ്പം നമ്മുടെ വൈകുന്നേരത്തെ മജ്ലിസ് ഉണ്ടല്ലോ, ആ മജ്ലിസിൻ്റെ അവസാനം നമ്മൾ അൽഹംദുലില്ലാ ഒരു 7-8 മിനിറ്റ് ദീർഘമുള്ള നല്ല ദുആ, അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ദുആയുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അതിങ്ങനെ കേട്ട് ആമീൻ പറയുന്ന എത്രയോ സഹോദരിമാർ, സഹോദരങ്ങളുണ്ട്. അൽഹംദുലില്ലാ, അതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പോൾ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്തതൊക്കെ നമ്മൾ ദുആ അധികരിപ്പിക്കുക. അങ്ങനെ ദുആ ചെയ്യുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും. ഇല്ലെങ്കിലോ വീട്ടിൽ വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാകും. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇങ്ങനെ അനവധി ദുആകളുണ്ട്. ആ ദുആയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ വെച്ച് പറയുക. എങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകും. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആരുടെയും പരദൂഷണം, വീട്ടിൽ വെച്ചെന്നല്ല പുറത്തിറങ്ങിയാലും ആരുടെയും കുറ്റവും കുറവും പറയരുത്. പ്രത്യേകിച്ച് ഒരാൾ മറ്റൊരാളുടെ കുറ്റവും കുറവും പറഞ്ഞാൽ മറ്റൊരാളുടെ പച്ച ഇറച്ചി തിന്നതുപോലെയാണ്. നമ്മൾ വീട്ടിൽ വെച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് മാത്രമല്ല കേട്, നമ്മൾ ആ വീട്ടിൽ വെച്ച് പറയുന്നത് കൊണ്ട് ആ വീടിനും കേടാണ്, ആ വീടിനും ശാപമേൽക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണേ. മറ്റുള്ളവരെ പറ്റി സംസാരിക്കുമ്പോൾ വീട്ടിലിരുന്നിട്ട് ആരും അറിയുന്നില്ല, അവരെ പറ്റി ഇങ്ങനെ എന്താണ് കുശുമ്പും കുഞ്ഞായ്മയും അതുപോലെ തന്നെ പരദൂഷണവും ഏഷണയും മറ്റുള്ളവരുടെ കുറ്റമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ആ വീട്ടിൽ തന്നെ വലിയ അദാബുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ 5 സ്വഭാവങ്ങൾ അത് നമ്മൾ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചില്ലെങ്കിൽ ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും വന്നു ചേരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്നാണ് അത്തരം വീടുകളിൽ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ സഫർ മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ റബീഉൽ അവ്വലൊക്കെ വരികയാണ്. അതിനു മുമ്പ് നമ്മുടെ വീടൊക്കെ ഒന്ന് ഒരുങ്ങണം. അതിന് പരമാവധി സ്വലാത്ത് അധികരിപ്പിച്ചോ, സ്വലാത്ത് ഒരുപാട് കണ്ട് ചൊല്ലിക്കോ, അത്രമാത്രം നേട്ടം ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവും ആഖിറവും അള്ളാഹു തആല വിജയിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.